ടെസ്റ്റ് സീരീസ് ഇന്ത്യ ജയിച്ചു, കൺഗ്രാജുലേഷൻ. 2015, 2017, 2026 ബാക്ക് ടു ബാക്ക് 3 സീരീസ് നമ്മൾ ശ്രീലങ്കയിൽ പോയി ജയിച്ചു. ആദ്യത്തെ ടെസ്റ്റ് ഇന്ത്യ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കുന്നു. രണ്ടാമത്തെ ടെസ്റ്റ് 4 ദിവസം ഡോമിനേറ്റ് ചെയ്ത ഇന്ത്യ 5ാമത്തെ ദിവസം ശ്രീലങ്കയോട് പറയാണ്, ഞങ്ങൾ ഈ ടെസ്റ്റ് ജയിക്കാനില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ ജയിപ്പിച്ചോണം, ഞങ്ങളെ കൊണ്ട് കഴിയത്തില്ല, ഞങ്ങൾക്കറിയത്തില്ല സൊനാൽ ദിനുഷയുടെ വിക്കറ്റ് എങ്ങനെ എടുക്കണമെന്ന്, ഞങ്ങളുടെ ബോർഡർമാർക്ക് അറിയത്തില്ല ടെയിലിന്റെ വിക്കറ്റ് എങ്ങനെ എടുക്കണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല, ഞങ്ങളുടെ ടെയിൽ ഇങ്ങനെയാണ് കളിക്കും, ഞങ്ങളുടെ ടെയിൽ ഇങ്ങോട്ട് വരും, ടുക് ടുക് ടു കളിക്കും, വിക്കറ്റ് കൊണ്ട് കളഞ്ഞിട്ട് ഞങ്ങളുടെ ടെയിൽ കയറി പോകും, പക്ഷെ നിങ്ങളുടെ ടെയിൽ എന്തുവാടി, ഞങ്ങൾക്ക് നിങ്ങളുടെ ടെയിലിന്റെ വിക്കറ്റ് എടുക്കാനേ കഴിയുന്നില്ല. നുവാന്ത കെഷാര വന്നിട്ട് 150 ബോൾ കളിക്കുമോ, ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനൊന്നും, ഞങ്ങളുടെ ടെയിലിന് ഇങ്ങനെ കളിക്കാനും അറിയത്തില്ല, നിങ്ങൾ കളിച്ചു കാണിച്ചു. ലഹുരു കുമാര ഒരു ടെയിൽ വന്നിട്ട് കളിക്കുക, 90 ബോൾ കളിക്കുക, 90 ബോൾ എടുത്ത റൺസ് 12 റൺസ്. ഒരാൾ കളിക്കുന്നത് 150 ബോൾ, മറ്റൊരാൾ കളിക്കുന്നത് 90 ബോൾ. സൊനാൽ ദിനുഷയുടെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. അവരും വല്ല ബ്രെയിൻ ഫെയ്ഡ് മൂവ്മെന്റിലൂടെ വിക്കറ്റ് കൊണ്ട് തരട്ടെ, അല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒരു സ്ട്രാറ്റജിയും ഇല്ല, ഞങ്ങൾക്ക് ഒരു ടാക്ടിക്സും ഇല്ല. നിങ്ങൾ എന്തെങ്കിലും മണ്ടത്തരം കാണിച്ച് ഞങ്ങൾക്ക് വിക്കറ്റ് കൊണ്ട് തന്നാൽ ഈ ടെസ്റ്റ് ഞങ്ങൾ ജയിക്കാൻ വേണ്ടി ശ്രമിക്കാം, എങ്ങനെങ്കിലും നിങ്ങൾ വിക്കറ്റ് കൊണ്ടുത്താ എന്നാൽ ഞങ്ങൾ ജയിക്കാമെന്നുള്ള ഒരു സ്ട്രാറ്റജി ആയിരുന്നു ഇന്ന് കണ്ടത്. ആദ്യത്തെ സെഷനകത്ത് ഒറ്റ വിക്കറ്റ് ഇന്ത്യക്ക് എടുക്കാൻ കഴിയുന്നില്ല, 20 വിക്കറ്റ് ഇന്ത്യൻ ടീമിന് എടുക്കാൻ കഴിയുന്നില്ല. 4 ദിവസം ഡോമിനേറ്റ് ചെയ്ത ഒരു ടീമിന് അവസാനത്തെ ദിവസം ആയപ്പോഴത്തേന് തീർന്നു, ഡ്രെയിൻ ഔട്ടായി ഇന്ത്യയുടെ ബോളർമാര്, ഇന്ത്യയുടെ ഫീൽഡർമാരെ. 3 ദിവസം ഗ്രൗണ്ടിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീലങ്ക ഓടിച്ചു. 503 റൺസ് എടുത്ത ഒരു ടീം, ഇന്ത്യൻ ടീം, ഫോളോ ഓൺ വേണ്ടി ഇട്ട ശ്രീലങ്കൻ ടീം ഫൈറ്റ് ബാക്ക് കാഴ്ചവെക്കുന്നു. നമ്മൾ സൊനാൽ ദിനുഷയുടെ മുമ്പിൽ പരാജയപ്പെട്ടു, നമ്മൾ അവരുടെ ടെയിലിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു, നമ്മൾ അവരുടെ ടോപ്പ് ഓർഡറിന്റെ എല്ലാ വിക്കറ്റ് എടുത്തു, ടോപ്പ് ഓർഡറിന്റെ വിക്കറ്റ് എല്ലാം നമ്മൾ എടുത്തു. പക്ഷേ ശ്രീലങ്ക കുറച്ച് വിക്കറ്റുകൾ കൊണ്ട് കളഞ്ഞതാണ്, അവർ ബ്രെയിൻ ഫെയ്ഡ് ബാറ്റിങ്ങിലൂടെ അവർ കൊണ്ട് കൊടുത്തതാണ്. അല്ലെങ്കിൽ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് എന്തായി പോയനെ? സൂര്യഭണ്ഡാരയുടെ വിക്കറ്റ്, സൂര്യഭണ്ഡാര സെറ്റായിട്ട് നിൽക്കുമായിരുന്നു 90s, അവിടെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കളിക്കാൻ വരുന്നു, വിക്കറ്റ് കൊണ്ട് കളയുന്നു. കമിന്ദു മെൻഡിസ് അവിടെ സെറ്റായിട്ട് നിൽക്കുമായിരുന്നു, ഒരു ബിഗ് ഷോട്ടിന് വേണ്ടി പോകുന്നു, അവിടെ വിക്കറ്റ് കൊണ്ട് കളയുന്നു. വിക്കറ്റ് എടുക്കേണ്ട സാഹചര്യം വരുമ്പോഴത്തേന്, ഫൈറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോഴത്തേന് നമ്മൾ ടു ഡിഫെൻസീവ് ആയിട്ട് പോകുന്നു. ഇന്ന് ശുഭ്മൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് ചേതേശ്വർ പുജാര, ഈ സ്കോഡിന്റെ ഈ സ്കീമിന്റെ ഭാഗമായിട്ടുള്ള ചേതേശ്വർ പുജാര പറയുവാണ്, ടു ഡിഫെൻസീവ് ക്യാപ്റ്റൻസി ആയിരുന്നു ശുഭ്മൻ ഗില്ലിന്റെ. സത്യമല്ലായിരുന്നു? ഇന്നത്തെ ടെസ്റ്റ് ബോൾ ബൈ ബോൾ കണ്ടവർക്ക് മനസ്സിലാവും എന്തുമാത്രം ഡിഫെൻസീവ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ക്യാപ്റ്റൻസി. ശുഭ്മൻ ഗില്ലിന്റെ ഒരു ഉത്തരവില്ലായിരുന്നു. ആദ്യത്തെ 1 hour തന്നെ ശുഭ്മൻ ഗില്ലും ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും കോച്ചിങ് സ്റ്റാഫ് എല്ലാം വിധി എഴുതി, ഈ ടെസ്റ്റ് നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല, ഡ്രോ ആണ്, ഡ്രോ എന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് നമ്മൾ പരാജയപ്പെടുവാണ്. ശുഭ്മൻ ഗിൽ ഡ്രസ്സിംഗ് റൂമിലോട്ട് ഓടുകയായിരുന്നു അഡ്വൈസ് ചോദിക്കാൻ വേണ്ടി. ഒരു രീതിയിലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, അഡ്വൈസിന് വേണ്ടി ഓടുന്നു, അവർ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, മറ്റേതുപോലെ ചെയ്യും, മറിച്ച പോലെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ശ്രീലങ്കയുടെ 20 വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. അവർ ഡിക്ലെയർ ചെയ്തിട്ട് പറഞ്ഞു 200 റൺസ് പ്ലസ് ഉണ്ട്, പറ്റുമെങ്കിൽ പോയി ചേസ് ചെയ്തോ, ഞങ്ങളൊരു 15 ഓവർ തരാം. ഇന്ത്യ പറഞ്ഞു വേണ്ട, ഒരു അമിതമായ ആഗ്രഹവും ഞങ്ങൾക്കില്ല, ഈ ടെസ്റ്റ് ഞങ്ങൾ ഡ്രോ ആക്കുവാണ്, ഞങ്ങൾ പരാജയം സംഭവിക്കുകയാണ്, നിങ്ങൾ ജയിച്ചു. സൊനാൽ ദിനുഷയുടെ മുമ്പിൽ, ശ്രീലങ്കയുടെ ടെയിലിന്റെ മുമ്പിൽ ഇന്ത്യ പരാജയം സംഭവിച്ചു. ഇനിയുള്ള 7 ടെസ്റ്റിനകത്ത് ഈ ഒരു വിജയം ഉണ്ടായിരുന്നെങ്കിൽ കേവലം 5 or 6 കളി ജയിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം ഇനിയുള്ള 7 കളിയിലും ഇന്ത്യക്ക് ജയിക്കേണ്ടതായിട്ടൊരു സാഹചര്യം വരും. ഇനിയുള്ള 7 കളിയിലും ന്യൂസിലാൻഡിൽ പോയിട്ട് ഇന്ത്യക്ക് ജയിക്കാൻ കഴിയുമോ? ഇനിയുള്ള 7 കളി ന്യൂസിലാൻഡിൽ പോയിട്ട് അവസാനം ഒരു സീരീസ് നമ്മൾ ജയിക്കുന്നത് 2008-9 കൊണ്ടാണ്. സാക്ഷാൽ വിരാട് കോഹ്ലിക്ക് അവിടെ പോയിട്ട് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ടെസ്റ്റിലെ ബെസ്റ്റ് ക്യാപ്റ്റൻ നമ്മൾ പറയുന്ന വിരാട് കോഹ്ലിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ. അത് കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയ ഇന്ത്യയിലോട്ട് വരുന്നുണ്ട് 5 ടെസ്റ്റ് കളിക്കാൻ വേണ്ടി. 5 ടെസ്റ്റ് നമുക്ക് ജയിക്കാൻ കഴിയുമോ? ഓസ്ട്രേലിയക്കെതിരെ നമുക്ക് 20 വിക്കറ്റ് എടുക്കാൻ കഴിയുമോ? ആദ്യമേ തന്നെ എടുത്തു പറയണം, ഇന്ത്യൻ ടീമിന്റെ ടാക്ടിക്സ്, സ്ട്രാറ്റജി, ഡിഫെൻസീവ് ആയിട്ടുള്ള ഫീൽഡ് പ്ലേസ്മെന്റ് ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ. ഇന്ന് രാവിലെ ശ്രീലങ്ക ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേന് അവരുടെ കയ്യിലുള്ളത് 16 റൺസിന്റെ ലീഡാണ്. അതിന് 4 വിക്കറ്റ് വേണം, അവരുടെ ടെയിലിന്റെ വിക്കറ്റ് എടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. നമ്മൾ വരുന്നു, ഇന്ന് ഇന്ത്യയുടെ കയ്യിലുള്ളത് ഓൾഡ് ബോളായിരുന്നു. ഓൾഡ് ബോളിൽ എന്തോ ചെയ്ത് ഡിഫെൻസീവ് ഫീൽഡ് ഇടാതെ ഓപ്പൺ ഫീൽഡിലാക്കി കൊടുത്തു. നുവാന്ത കെഷേരയ്ക്ക് ടച്ച് ഉണ്ടാക്കി കൊടുത്തു. 6 ഓവർ പഴയ ബോളിനകത്ത് കെഷേര ടച്ചായി. ന്യൂ ബോൾ എടുത്തപ്പോഴത്തേന് അവർ സെറ്റായി. 1 മണിക്കൂർ ആയപ്പോഴത്തേന് കളി കയ്യിൽ നിന്ന് പോകുന്നത് മനസ്സിലായി. അപ്പോഴത്തേന് ഫുള്ള് ഫീൽഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തു. സൊനാൽ ദിനുഷയുടെ സ്കോർ കേവലം 7 റൺസ് ആയിരുന്നു ഇന്നലെ, കേവലം 7 റൺസ്. അവിടെ നിന്ന് സൊനാൽ ദിനുഷ നോട്ട് ഔട്ട് ആയിട്ട് കയറി പോകുന്നു. സൊനാൽ ദിനുഷയ്ക്കെതിരെ നമ്മുടെ സ്ട്രാറ്റജി എന്തായിരുന്നു അറിയാമോ? സൊനാൽ ദിനുഷ, ഞങ്ങൾ നിനക്ക് ഫീൽഡ് ഓപ്പൺ ചെയ്ത് തരും, നീ നുവാന്ത് കെഷേരെ ഞങ്ങൾക്ക് തരണം സ്ട്രൈക്ക് റെൻഡിൽ. ഞങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡർമാർ വന്നിട്ട് പുള്ളിയെ തൂക്കും. നുവാന്ത് കെഷേര പറഞ്ഞു, വാ ഒന്ന് തൂക്കി കാണീര്.
പ്രോപ്പറായിട്ട് വന്ന് ഡിഫെൻസ് ചെയ്ത് കാണിച്ചു. എന്തുകൊണ്ടാണ് ഡിഫെൻസ് ചെയ്യാൻ കഴിഞ്ഞത്? 2 ഡിഫെൻസീവ് ഫീൽഡ് ആയതുകൊണ്ട്. സില്ലി പോയിന്റിനകത്ത് ഫീൽഡർ ഇല്ലായിരുന്നു, ഷോർട്ട് ലെഗിനകത്ത് ഫീൽഡർ ഇല്ലായിരുന്നു, ലെഗ് സ്ലിപ്പിനകത്ത് ഫീൽഡർ ഇല്ലായിരുന്നു. ഈസി ആയിട്ട് വന്ന് ഫ്രണ്ട് ഫൂട്ടിൽ ഡിഫെൻഡ് ചെയ്തു. 2 ഫീൽഡർ, ഒരാൾ സില്ലിയിലും ഷോർട്ട് ലെഗിലും ഉണ്ടെങ്കിൽ ഡിഫെൻസ് ചെയ്യാൻ പ്രയാസപ്പെടും, ഭയപ്പെടും. അവിടെ വന്നിട്ട് ഈസി ആയിട്ട് ഡിഫെൻഡ് ചെയ്തു, ഇന്ത്യയുടെ സ്പിന്നർമാരെ ടേക്ക് ഓൺ ചെയ്തു. എന്തുകൊണ്ട് ഇന്ത്യക്ക് അറ്റാക്കിംഗ് ഫീൽഡിലോട്ട് പോകാൻ കഴിഞ്ഞില്ല? എന്തുകൊണ്ട് ശുഭ്മൻ ഗില്ലിന് അറ്റാക്കിംഗ് ഫീൽഡ് ഇടാൻ കഴിഞ്ഞില്ല? ചേതേശ്വർ പൂജാര പറഞ്ഞത് തന്നെയാണ്, എന്തുകൊണ്ട് ശുഭ്മൻ ഗില്ലിന് അറ്റാക്കിംഗ് ഫീൽഡ് ഇടാൻ കഴിഞ്ഞില്ല. ശുഭ്മൻ ഗില്ലിന്റെ 2 തരം ക്യാപ്റ്റൻസി ഉണ്ട്. എല്ലാം ഓക്കെ ആണെങ്കിൽ ശുഭ്മൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസി ബ്രില്യന്റ്. ഇതുപോലെ വേറൊരു ക്യാപ്റ്റൻ ഇല്ലെന്ന് തോന്നും. അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള ബോളിംഗ് റൊട്ടേഷൻ ആയിരിക്കും, അത്രയ്ക്ക് ബ്രില്യന്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരിക്കും, അറ്റാക്കിംഗ് ഫീൽഡ് ആയിരിക്കും. പക്ഷെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു. താലത്തിൽ വെച്ച് വിക്കറ്റ് ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് തോന്നുമ്പോഴത്തേന് ഫീൽഡ് തുറന്നു കൊടുക്കും. അവർ ഈസി ആയിട്ട് വന്ന് സിംഗിളും ഡബിളും എടുത്ത് സ്കോറിനെ മുമ്പോട്ട് കൊണ്ടുപോയി. ആദ്യത്തെ സെഷനകത്ത് അവർ എടുത്തത് കേവലം ഒറ്റ ഒരു ബൗണ്ടറിയാണ്. ഒരു ബൗണ്ടറിക്ക് പോയില്ല, ആവശ്യമില്ല, ഫീൽഡ് തുറന്നിട്ട് കൊടുത്തേക്കുക. അവർ സിംഗിളും ഡബിളും എടുത്ത് കളി മൂവ് ചെയ്തു. 60 ഓവർ ഹെല്ല് നമ്മൾ കേട്ടിട്ടുണ്ട് വിരാട് കോഹ്ലിയുടെ. ഇംഗ്ലണ്ടിൽ കയറി 60 ഓവറിനകത്ത് വീഴ്ത്തി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവിടെ ടെയിലിനെതിരെ അല്ലെങ്കിൽ സൊനാൽ ദിനുഷി ആരാണ്? ബ്രെയിൻ ലാറയാണോ? സച്ചിൻ ടെണ്ടുൽക്കർ ആണോ? ഒരു പുതിയൊരു പ്ലെയർ അല്ലേ? ട്രാവസ് ഹെഡ് നമ്മുടെ ഫാദർ ആയിരുന്നു, നമുക്കൊരു ഹെഡേക്ക് ആയിരുന്നു. പുതിയൊരു ഹെഡേക്ക് വന്നേക്കുവാണ് സൊനാൽ ദിനുഷ. നല്ലൊരു പ്ലെയർ, ഞാൻ സമ്മതിക്കുന്നു, വലിയ ടാലന്റ് ഉള്ള പ്ലെയർ. കളിച്ച 4 ഇന്നിങ്സിലായിട്ട് 3 ഇന്നിങ്സ് സെഞ്ചുറി അടിച്ച പ്ലെയർ ബ്രില്യന്റ് ആണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി ഇല്ലാതെ പോയത്? എന്തുകൊണ്ട് നമുക്ക് ഒരു അറ്റാക്കിംഗ് ഫീൽഡ് ഇട്ടിട്ട് ഫൈറ്റ് കാഴ്ചവെക്കാൻ കഴിയാതെ പോയത്? സൊനാൽ ദിനുഷിക്കെതിരെ ഫീൽഡ് ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കുവാണ്. നിങ്ങളുടെ വിക്കറ്റ് എടുക്കാൻ ഞങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾ സെഞ്ചുറി എടുത്തോ, പറ്റുമെങ്കിൽ ഞങ്ങൾ ടെയിലിന്റെ വിക്കറ്റ് എടുക്കാൻ നോക്കാം. ടെയിലിന്റെ വിക്കറ്റും കിട്ടിയില്ല, സൊനാൽ ദിനുഷയുടെ വിക്കറ്റും ഇന്ത്യൻ ടീമിന് കിട്ടിയില്ല. സൊനാൽ ദിനുഷിക്കെതിരെ ഇട്ട ഒരു ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലെഗ് സ്ലിപ്പിൽ ഫീൽഡർ ഇട്ടു. ഈ പിച്ച് നമുക്കറിയാം വലിയ രീതിയിൽ ബോൾ ബ്രേക്ക് ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ പ്രിവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു പിച്ചാണ് ശ്രീലങ്ക ഒരുക്കുന്നത്. തീർച്ചയായിട്ടും അവർ ഈ ടെസ്റ്റിനകത്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ ഇന്ത്യക്ക് ഈസി ആയിട്ട് കൊണ്ട് കളി കൊടുക്കാനല്ല അവർ ഈ പിച്ച് ഒരുക്കിയത്. വലിയ രീതിയിലുള്ള ബ്രേക്ക് ഒന്നും കിട്ടാതെ വന്നപ്പോഴത്തേക്കും ലെഗ് സ്ലിപ്പ് ഇട്ട് കൊടുത്തു. ഇന്ത്യയുടെ പിച്ചിലായിരുന്നെങ്കിൽ ലെഗ് സ്ലിപ്പിൽ നിന്ന് ബോൾ ടേൺ ചെയ്യും, ഓക്കെ, ലെഫ്റ്റ് ഹാൻഡർ മേ ബി അവിടെ ക്യാച്ച് കൊണ്ട് കൊടുത്തേക്കാം. വലിയ രീതിയിൽ ബ്രേക്കും ടേണും കിട്ടാത്ത പിച്ചിനകത്ത് ഒറ്റ ഒരു ഫീൽഡർ ഇട്ടേക്കുവാണ് ലെഗ് സ്ലിപ്പിൽ. എന്തുകൊണ്ട് 2 സ്ലിപ്പിനെ ഇടാൻ കഴിഞ്ഞില്ല ഇന്ത്യൻ ടീമിന്? എന്തുകൊണ്ട് ശുഭ്മൻ ഗില്ലിന് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞില്ല? 2 സ്ലിപ്പിനെ കുറിച്ച്, ഒരു അറ്റാക്കിംഗ് ഫീൽഡിനെ കുറിച്ച്, സില്ലി പോയിന്റിനകത്തും ഷോർട്ട് ലെഗിനകത്തും ഫീൽഡർ ഇട്ടിട്ട് എന്തുകൊണ്ട് സൊനാൽ ദിനുഷെ ചലഞ്ച് ചെയ്യാൻ ഇന്ത്യൻ ടീം ശ്രമിച്ചില്ല? എതിർ ടീം എന്തെങ്കിലും മിസ്റ്റേക്ക് കാഴ്ചവെക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കാതെ നമ്മൾ മൂവ്മെന്റ് ഉണ്ടാക്കണം, നമ്മൾ വിക്കറ്റ് എടുക്കണം. ഒറ്റ ഒരു വിക്കറ്റ് ഇന്ത്യക്ക് എടുക്കാൻ കഴിയാതെ പോയത് എന്താണ്? ഫസ്റ്റ് സെഷനകത്ത് ന്യൂ ബോൾ ഇന്ത്യക്ക് കിട്ടിയപ്പോൾ എന്തുകൊണ്ട് വിക്കറ്റ് എടുക്കാൻ കഴിയാതെ പോയി ഇന്ത്യക്ക്? എന്തുകൊണ്ട് മാനവ് സുധാറിനെ കൂടുതലായിട്ട് ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നു ഇന്ത്യൻ ടീമിന്? കുൽയാദവിന് വയറിളക്കവും തൂറ്റലുമായിട്ട് കളിപ്പിച്ചില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കുൽയാദവ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാ കളിയിലും കൊണ്ട് വെള്ളം കൊണ്ട് കൊടുക്കുന്നു. വയറിളക്കവും തൂറ്റലുമായിട്ടുള്ള ഒരാൾ അങ്ങനെ കൊണ്ട് കൊടുക്കത്തില്ലല്ലോ. നിങ്ങൾ വൈറൽ ഫീവർ ആണ്, വയറിളക്കമാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. നോക്കുമ്പോൾ ഓടി കളിച്ച് നടക്കുന്ന കണ്ടു. വൈറൽ ഫീവർ ഉള്ള ഒരാളെ പറഞ്ഞ് നിങ്ങൾ നാട്ടിൽ വിടണമായിരുന്നു. തനുഷ് കോട്യാൻ എന്ന് പറഞ്ഞൊരു ബോളർ ഉണ്ടായിരുന്നു, ഒരു ഓഫ് ബ്രേക്ക് ബോളർ. എന്നിട്ട് നിങ്ങൾ അവരെ വിളിക്കണമായിരുന്നു. പോയപ്പോഴത്തേന് അശ്വിന്റെ റിപ്ലേസ്മെന്റ് ആയിട്ട് വന്നൊരു ബോളറാണ്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടേ ഇല്ല ധനുഷ് കോട്യാനെ. സുന്ദർ വന്നപ്പോഴത്തേന് ധനുഷ് കോട്യാനെ ഒതുക്കി വെച്ചു. സരാൻഷ് ജെയിൻ ഒരു സ്റ്റംപിംഗ് ചാൻസ് കൊണ്ട് കളഞ്ഞു. ബോൾ പിടിക്കാൻ കഴിയാതെ സരാൻഷ് ജെയിൻ വീഴുന്നു. മേ ബി അവിടെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ മേ ബി ഇന്ത്യ ഒരു 100-80 റൺസിനോ പോയേനെ. ഒരു റൺഔട്ട് ചാൻസ് സരാൻഷ് ജെയിൻ അവിടെ കൊണ്ട് കളഞ്ഞു. സരാൻഷ് ജെയിൻ ഈ സീരീസിനകത്ത് എന്താണോ നമ്മൾ പ്രതീക്ഷിച്ചത് അത് സരാൻഷ് ജെയിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. രഞ്ജി ക്രിക്കറ്റിനകത്ത് ഞാൻ ചോദ്യം ഉന്നയിക്കുകയാണ്, നമ്മുടെ രഞ്ജി ക്രിക്കറ്റ് ഓക്കെ ആണോ? രഞ്ജിയിലെ പെർഫോമൻസ് എന്തുകൊണ്ട് സരാൻഷ് ജെയിന് ഇവിടെ ഒന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല? ഇന്നലെ ഡിക്വലയുടെ വിക്കറ്റ് എടുത്തു, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇന്ന് ലെഫ്റ്റ് ഹാൻഡർമാരുണ്ടായിരുന്നല്ലോ. ജയസൂര്യയുടെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. ജയസൂര്യയുടെ വിക്കറ്റ്, കുമാരയുടെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. കുൽയാദവിന് ഇഞ്ചുറി, കുൽയാദവ് നമ്മൾ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ല, സത്യം തന്നെയായിരുന്നു. പക്ഷെ ധനുഷ് കോട്യ എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ നിങ്ങൾ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്തില്ല? സരാൻഷ് ജെയിൻ എൻ്റെ അഭിപ്രായത്തിൽ ഡിസപ്പോയിന്റ് തന്നെയായിരുന്നു. നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നില്ല. 79ന്റെ സ്പീഡ്, 82ന്റെ സ്പീഡിൽ സ്ലോ പിച്ചിനകത്ത് വന്ന് ബോൾ ചെയ്ത് കഴിഞ്ഞാൽ ബോൾ എത്രമാത്രം ബ്രേക്ക് ചെയ്യും, എത്രമാത്രം ബോൾ ടേൺ ചെയ്യാൻ കഴിയും? അത് പിച്ചിൽ നിന്ന് കിട്ടിയില്ല. പെർഫോമൻസ് സരാൻഷ് ജെയിൻ്റെ നമ്മുടെ മുമ്പിലുണ്ട്, അത് ബാറ്റിങ്ങിലാണെങ്കിലും ബോളിങ്ങിലാണെങ്കിലും. ലെഫ്റ്റ് ഹാൻഡർമാർ നമ്മളെ സ്ട്രഗിൾ ചെയ്യിപ്പിച്ചു. അവർ ഒരു ലെഫ്റ്റ് ഹാൻഡറും കൂടെ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തു. അവരുടെ പ്ലാൻ സക്സസ് ആയി, നമ്മുടെ പ്ലാൻ സക്സസ് ആയില്ല. KL രാഹുൽ സ്ലിപ്പിനകത്ത് നിന്നൊരു ക്യാച്ച് കൊണ്ട് കളഞ്ഞു. ഓക്കെ, ഒരു ഡിഫിക്കൽട്ട് ആയിട്ടൊരു ക്യാച്ചാണ്, പക്ഷെ അങ്ങനെയുള്ള ക്യാച്ച് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ. ഒന്ന് വേണമെങ്കിൽ ശ്രമിച്ചിരുന്നെങ്കിൽ അത് എടുക്കാമായിരുന്നു. എന്നാൽ ശ്രീലങ്കയുടെ വിക്കറ്റ് പോയേനെ. എന്നാലും ഇന്ത്യക്ക് 100-110 റൺസിനകത്ത്
ഉള്ളായിരുന്നു. 50 ഓവർ മേളുണ്ടായിരുന്നു. ഇന്ത്യക്ക് ഈസി ആയിട്ട് ഒരു ചേസിന് വേണ്ടി പോകായിരുന്നു. ക്യാച്ചസ് കൊണ്ട് കളയുന്നു ഇന്ത്യൻ ടീം. ഇന്ത്യയുടെ സ്പിന്നർമാർ എറിഞ്ഞത് ഏകദേശം 15 നോബോളാണ്. എന്ത് പറ്റി ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് ഇത്രമാത്രം നോബോൾ എറിയാൻ? ആൾറെഡി വിക്കറ്റ് കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നു. അവിടെ ഒന്ന് നോബോൾ എറിഞ്ഞ് ചിലപ്പോൾ ഒരു വിക്കറ്റ് ആയിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെ? എന്തുകൊണ്ട് ഇത്രമാത്രം നോബോൾ ഇന്ത്യയുടെ ബോളർമാർ എറിഞ്ഞതെന്നുള്ളത് കോച്ചിങ് സ്റ്റാഫുകൾ പരിശോധിക്കട്ടെ. എന്തുകൊണ്ട് ഇത്രമാത്രം നോബോൾ എറിയുന്നു? രവീന്ദ്ര ജഡേജ എന്തുകൊണ്ട് ഇങ്ങനെ എറിയുന്നു? എന്തുകൊണ്ട് സരാജ് ജയം വന്നിട്ട് ഇത്ര നോബോൾ എറിയുന്നു? മുഹമ്മദ് സിറാജ് ന്യൂ ബോളിനകത്ത് വിക്കറ്റ് എടുക്കും, സമ്മതിക്കുന്നു. പക്ഷേ ഓൾഡ് ബോളിനകത്ത് ആരാണ് ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് എടുത്ത് കൊടുക്കുന്നത്? നമുക്കറിയാം ശ്രീലങ്ക, ഇന്ത്യ കൂട്ടുള്ള പിച്ചിനകത്ത് സിറാജിന്റെ എഫക്റ്റീവ് എത്രമാത്രമാണെന്നുള്ളത്. നമുക്കിന്ന് വേണ്ടതെല്ലാം ഓൾഡ് ബോളിനകത്ത് വിക്കറ്റ് വേണമായിരുന്നു. നമുക്ക് ടെയിലിന്റെ വിക്കറ്റ് എടുക്കാൻ കഴിയാവുന്ന ഒരു യോക്കർ ലെങ്ത് എറിയാൻ കഴിയാവുന്ന ഒരു ബോൾ നമുക്ക് വേണമായിരുന്നു. പക്ഷേ ഇല്ല. സിറാജ് നമുക്കറിയാം ആ ഒരു ഗുഡ് ലെങ്ത് ബോൾ കൂടുതലായിട്ട് എറിയുന്നത് പിച്ചിനകത്ത് അസിസ്റ്റൻസ് വരുമ്പോഴത്തേന് അല്ലെങ്കിൽ ന്യൂ ബോളിനകത്താണ് കൂടുതൽ വിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ സിറാജിന് ഓൾഡ് ബോളിനകത്ത് പെർഫോം ചെയ്യാൻ കഴിയാതെ പോകും. കൃഷ്ണ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്തു. കൃഷ്ണയുടെ ഞാൻ നല്ല ഹൈലി റേറ്റ് ചെയ്യുന്നുണ്ട് ഈ സീരീസിനകത്ത്. കൃഷ്ണ അത്ര മോശമല്ലായിരുന്നു. കൃഷ്ണ തന്നെയാണ് ബ്രേക്ക് ത്രൂകൾ മിക്കുള്ള കളിയിലും കൊണ്ടുവന്നത്. ക്യാപ്റ്റൻ ഏറ്റവും കൂടുതൽ ഓൾഡ് ബോളിനകത്ത് പരീക്ഷിച്ചതും കൃഷ്ണയാണ്. എന്നാൽ നമ്മൾ കണ്ടു കമന്തു മെൻഡീസിനെ ട്രാപ്പ് ചെയ്തെടുക്കുന്ന നമ്മൾ കണ്ടു. ശുഭൻ ഗിൽ മനോഹരമായിട്ട് ക്യാച്ചസ് എടുക്കുന്ന നമ്മൾ ഇന്നലെ കണ്ടു. കമന്തു മെൻഡീസിനെ ഓടിപ്പോയി റണ്ണിങ് ക്യാച്ച് എടുക്കുന്ന കണ്ടു. പക്ഷേ ഇന്ന് നമുക്ക് വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. സിറാജ് പോയിട്ട് ബെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെക്കുക എന്നാണ് കിട്ടിയാലോ വിക്കറ്റ്. സർഫറാസ് ഖാനെ വിളിച്ചിട്ട് പറയും ഷോട്ടിലേക്ക് നിന്നോട്ട് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി, ഒന്ന് ചൊറിഞ്ഞിട്ട് വിക്കറ്റ് എടുക്കുക. ശ്രീലങ്കയുടെ ഡ്രസ്സിംഗ് റൂമിൽ ഇരുന്ന് പ്ലേയേഴ്സ് ചിരിക്കുന്നു. അവരുടെ ടോപ്പ് ഓർഡർ പറയുവാണ്, നമ്മൾ അല്പം കൂടെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് കാഴ്ച വെച്ചിരുന്നെങ്കിൽ ഇമ്മാനെ നമുക്ക് വീഴ്ത്തായിരുന്നല്ലോ. നമ്മുടെ ടെയിൽ വന്നിട്ട് ഇത്ര പെർഫോമൻസ് കാഴ്ച വെക്കുന്നു. നമ്മൾ ഈ ബ്രെയിൻ ഫീഡ് ആയിട്ടുള്ള ഷോർട്ട് സെലക്ഷൻ മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് ഈസി ആയിട്ട് ജയിക്കാമായിരുന്നല്ലോ. സർഫറാസ് ഖാനോട് പറയും നീ എന്തെങ്കിലുമൊക്കെ പറ എന്നിട്ട് വിക്കറ്റ് എടുക്കുക. ജുറൈൽ ഓക്കെ, സിറാജ് മാറ്റി വെച്ചെങ്കിൽ ഞാനും പോയി ബെയിൽസ് മാറ്റി വെക്കും. ഋഷഭ് പന്ത് പോയി ബെയിൽസ് മാറ്റി വെക്കുന്നു. വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ടോപ്പ് ഓർഡറിന്റെ വിക്കറ്റ് എടുക്കാൻ കഴിയാതെ പോയിരുന്നെങ്കിൽ ഓക്കെ, പിച്ച് അല്പം ഡിഫിക്കൽട്ട് ആയിരുന്നു. നമ്മൾ വിചാരിച്ച ഒരു അറ്റേണ് ഗോൾ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ അപേക്ഷിച്ച് ഇവിടെ കിട്ടിയില്ല. സത്യം തന്നെയാണ്, പിച്ച് ഫ്ലാറ്റ് ആയിരുന്നു. ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഒരു പിച്ചായിരുന്നു. പക്ഷേ വിക്കറ്റ് കിട്ടാതെ വരുമ്പോഴത്തേന് വിക്കറ്റ് എടുക്കാനുള്ള സ്ട്രാറ്റജി നമുക്ക് ഉണ്ടായിരിക്കണം. കുറഞ്ഞത് ഒരു ടെയിലിന്റെ എങ്കിലും വിക്കറ്റ് എടുക്കാൻ നമുക്ക് കഴിയണം. ന്യൂസിലാൻഡ് വരുമ്പോഴത്തേന് അവരുടെ ടെയില് ടിം സൗദി, മാറ്റ് ഹെൻറി നമുക്കെതിരെ പെർഫോമൻസ് ചെയ്യും. ഇംഗ്ലണ്ടിൽ പോകുമ്പോഴത്തേന് ബേഡൻ കാസ്റ്റ് നമുക്കെതിരെ പെർഫോമൻസ് ചെയ്യും. അൻകിൻസൺ നമുക്കെതിരെ പെർഫോമൻസ് ചെയ്യുന്നു. എങ്ങനെ? ജോഷ് ടങ് നമുക്കെതിരെ പെർഫോമൻസ് ചെയ്യുന്നു. എങ്ങനെ? എന്തുകൊണ്ട്? ഇപ്പം പലരും ചോദിക്കും ബുംറ ഉണ്ടായിരുന്നെങ്കിൽ ശരിയാക്കാമായിരുന്നു. ബുംറ ഉള്ളപ്പോഴാണ് ന്യൂസിലാൻഡിനെതിരെ 2 ടെസ്റ്റ് സീരീസ് തോറ്റത്. 3ാമത്തെ ടെസ്റ്റ് ബുംറ കളിച്ചില്ല. അതുകൊണ്ടാണ് 2 ടെസ്റ്റ് ബുംറ ഉണ്ടായിരുന്നു. അപ്പോഴും ടിം സൗദിയും മാറ്റ് ഹെൻറിയും വന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഇവിടുത്തെ പ്രശ്നമല്ല. മുൻകാലങ്ങളിൽ സഹീർക്കാനുള്ളപ്പോഴും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ബുംറ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചോദ്യം ശരിയാണ്. പക്ഷെ ബുംറ ഉള്ളപ്പോഴും നമ്മൾ ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് തോറ്റിട്ടുണ്ട്. ന്യൂസിലൻഡിനെതിരെ 2 ടെസ്റ്റിലും ബുംറ ഉണ്ടായിരുന്നു, അപ്പോഴും തോറ്റിട്ടുണ്ട്. സോ ഇത് ഒരു ദൗർബല്യം തന്നെയാണ് എല്ലാവരുടെയും. സൊനാൽ ദിനുഷ വാട്ട് എ പ്ലെയർ, എന്നാ പ്ലെയർ. നമ്മൾ സൊനാൽ ദിനുഷയെ വലിയൊരു പ്ലെയർ ആക്കി മാറ്റി. നല്ല പെർഫോമൻസ് ചെയ്തു. സ്വീപ്പ് ഷോട്ട്, റിവേഴ്സ് സ്വീപ്പ് കളിച്ചു. ഡ്രൈവ് ചെയ്യാൻ പോയതേ ഇല്ല. ഇന്ത്യയുടെ സ്പിന്നർമാർ ഡ്രൈവ് ചെയ്യാൻ പോയതേ ഇല്ല. ഷോർട്ട് പിച്ച് ബോൾ വന്നു, ഫുൾ ഷോട്ട് കളിക്കാൻ കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ബൗണ്ടറി കണ്ടെത്തിയത് റിവേഴ്സ് സ്വീപ്പിലൂടെയും സ്വീപ്പ് ഷോട്ടിലൂടെ കൂടെയാണ്. ഇന്ത്യയുടെ സ്പിന്നർമാരുടെ ടേണിനെ വെട്ടിക്കളഞ്ഞു. അന്ന് ബ്രില്യൻ്റ് ആയിട്ട് ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ച. ടീമിൽ സ്ഥിര സാന്നിധ്യമാകുന്നു. സംഘക്കാരയ്ക്ക് ശേഷം, ജയവർദ്ധനയ്ക്ക് ശേഷം ആരുണ്ടെന്നുള്ള ചോദ്യത്തിന് ഞാനുണ്ടെന്നുള്ള ഉത്തരം നൽകുന്നു. ഇന്ത്യൻ ടീമിലോട്ട് വരുവാണെങ്കിൽ ദേവത് പടിക്കലിന്റെ ബാറ്റിംഗ് ഒക്കെ നമുക്കൊരു കോൺഫിഡൻസ് നൽകുന്നു. അത് കഴിഞ്ഞുള്ള ബാറ്റിംഗ് ദേവത് പടിക്കലിന് 2 ചാൻസ് കൊണ്ട് കളഞ്ഞു. സെക്കൻഡ് ടെസ്റ്റിനകത്ത്, ഫസ്റ്റ് ഇന്നിങ്സിനകത്ത്. ഒന്ന് 0-ലും ഒന്ന് 1 റൺസിലുമാണ്. ആ ക്യാച്ച് അവർ എടുത്തിരുന്നെങ്കിലോ എന്തുമായിരുന്നു ഈ ടെസ്റ്റിന്റെ റിസൾട്ട്? നമ്മളിപ്പം മഴയെ ബ്ലെയിം ചെയ്യുന്നു. മഴ പെയ്ത് ഓവർ വാഷ് ഔട്ട് ആയി പോയെന്ന്. മേ ബി റിസൾട്ട് മറ്റൊന്നായി പോയനെ. ദേവത് പടിക്കൽ മേ ബി കയറി പോയിരുന്നെങ്കിൽ ഈ ടെസ്റ്റിന്റെ റിസൾട്ട് മറ്റൊന്നായി പോയനെ. സോ എല്ലാ മേഖലകളും ഒന്നും ശരിയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിയാവാനുണ്ട്. ശ്രീലങ്കയുടെ ടെയിലിന്റെ വിക്കറ്റ് എടുക്കാൻ പോലും ഇന്ത്യൻ ടീമിന് കഴിയാതെ പോകുന്നു. ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തുകൊണ്ട് നമുക്ക് ടെയിലിന്റെ വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് ഒരു പ്ലെയർ ബെറ്റർ ആയിട്ട് കളിക്കുമ്പോഴത്തേനും ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കി ആ പ്ലെയറിനെ എടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? എന്തിന് നമ്മൾ ഫീൽഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തു? എന്തിന് അവർക്ക് ഈസി ആയിട്ട് സിംഗിളും ഡബിളും എടുത്ത് അവർക്ക് ടച്ച് ആവാനുള്ള അവസരം കൊടുത്തു എന്നുള്ള ഒരു ചോദ്യം. അയർലൻഡിൽ പോയി തോറ്റപ്പെടുത്തേനും ഇംഗ്ലണ്ടിൽ പോയി തോറ്റപ്പെടുത്തേനും റിവ്യൂ മീറ്റിംഗ് നടക്കും എന്നുള്ള വലിയ വീരവാദമൊക്കെ അടിച്ചു. പക്ഷെ റിവ്യൂ മീറ്റിംഗ് ഒന്നും കണ്ടില്ല. ഗൗതം ഗംഭീർ ഒരു സൈഡിൽ കൂടെ രക്ഷപ്പെട്ടു, അജിത് കാക്കർ ഒരു സൈഡിൽ കൂടെ രക്ഷപ്പെട്ടു, പ്ലേയേഴ്സ് ഒരു സൈഡിൽ കൂടെ രക്ഷപ്പെട്ടു. ഇന്ത്യൻ ഫാൻസിന് സന്തോഷം നൽകുന്ന ഒന്നും ഈ സീരീസിനകത്തും കാണാൻ കഴിഞ്ഞില്ല. WTC ഫൈനൽ തുലാസിലാണ്.